ഇപ്പോൾ കമ്മ്യൂണിറ്റികളുടെ കാലഘട്ടമാണ്. ഓരോ പുതിയ പുതിയ കമ്മ്യൂണിറ്റികൾ വരികയാണ്. ഓരോ കമ്മ്യൂണിറ്റിയിലും പാർക്കുകളുണ്ടാവും, സ്കൂളുകളുണ്ടാവും, ഹോസ്പിറ്റലുകളുണ്ടാവും, അതുപോലെ തന്നെ നല്ല ഫുട്ബോൾ കോർട്ടുകളുണ്ടാവും, സ്പോർട്സ് കോർട്ടുകളുണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള കമ്മ്യൂണിറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഹോട്ടൽ സമുച്ചയങ്ങളുണ്ടാവും, അപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും, വില്ലകളുണ്ടാവും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള അവൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളുള്ള പുതിയ പുതിയ കമ്മ്യൂണിറ്റികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആവുമ്പോൾ അല്ലെങ്കിൽ അതൊരു മാസീവ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയുടെ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ആ കമ്മ്യൂണിറ്റിയുടെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രൊജക്റ്റുകളിൽ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഫോർത്ത് ഫേസൊക്കെ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് വലിയൊരു ഗ്രോത്തിലേക്ക്, വലിയൊരു മാസീവ് വെൽത്ത് ക്രിയേഷനിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം അതിൻ്റെ തേർഡ് ഫേസിലേക്കും ഫോർത്ത് ഫേസിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂവിൻ്റെ 2 ടൈംസോ 3 ടൈംസോ എമൗണ്ടിലായിരിക്കുള്ളൂ സെക്കൻഡ് ഫേസിലെയും തേർഡ് ഫേസിലെയും സെയിം കൈൻഡ് ഓഫ് വില്ലകളോ അപ്പാർട്ട്മെൻറ്റുകളോ അനൗൺസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയുടെ തുടക്കത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അത് നിങ്ങൾക്ക് വലിയൊരു മാസീവ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്.